Guys, it's me Dana. Welcome to my another video. Sorry for my background. ഞാൻ നമ്മുടെ അടുക്കളയുടെ വർക്കിംഗ് ഏരിയയിലാണ് ഇരിക്കുന്നത്. സോറി ഫോർ മൈ ചൂൽ ആൻഡ് ഓൾ, ബട്ട് ഇറ്റ്സ് ഫൈൻ. അപ്പം ഗൈസ്, ടുഡേ ഈസ് മൺഡേ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ കുറച്ച് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കെസിക്കലിയാണ് സ്കൂളിൽ പോകാനുള്ള സമയമാണ്. അപ്പം ടുഡേ നമ്മൾ ഇന്ന് മൺഡേ വീഡിയോ ആണ് എടുക്കുന്നത്. സോ ഐ വിൽ ബി ഷോയിങ് യു സം ഓഫ് മൈ ഫുഡ്, സം ഓഫ് മൈ വർക്കൗട്ട്, സം ഓഫ് മൈ തിങ്സ്. അപ്പോൾ വെൽക്കം ടു മൈ വ്ലോഗ്. കെസിയും ലിയോണും സ്കൂളിൽ പോകാൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. പിന്നെ അവർ പോകുന്നതിന് മുന്നേ അവരുടെ ബെഡ് റൂമെല്ലാം അവർ റെഡിയാക്കിയിട്ട് പോകണം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊരു റൂളാണ്. അപ്പം അതാണ് ലിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കെസിയ സ്കൂളിലേക്ക് ബുക്ക് റെഡിയാക്കണം. കെസി ഇങ്ങോട്ട് നോക്കേ, റെഡിയായോ? ഓക്കെ ഫൈൻ. പെട്ടെന്ന് ഈ സമയം കെസിയുടെ ലിയോയുടെയും ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ രാവിലെ നമ്മളങ്ങനെ വലുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. ഒരു ഗ്ലാസ് പാൽ, അല്ലെങ്കിൽ 2 മുട്ട, അല്ലെങ്കിൽ ഒരു ഏത്തയ്ക്ക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ അങ്ങനെ കുറച്ച് സമയം എനിക്ക് സേവ് ചെയ്യാം. സോ അറ്റ് ദ സെയിം ടൈം അവർക്ക് ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടും പോവാം. സോ ഏത്തയ്ക്കയാണ് ഇന്ന് അവർ കഴിക്കുന്നത്. ആൻഡ് ദെൻ 1 ഗ്ലാസ് മിൽക്ക്. ലിയോൺ ഇന്ന് ഇത്തിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഇല്ലേ? ഗുഡ് ബോയ്, ഗുഡ്. ഐ ആം സോ ഹംഗ്രി. അപ്പം ഒരു ഏത്തയ്ക്ക, പിന്നെ ഒരു സൺഫ്ലവർ സീഡ്സ് 1 സ്പൂൺ, പിന്നെ ഒരു സ്പൂൺ പംകിൻ സീഡ്സ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എൻ്റെ മമ്മിയൊക്കെ പണ്ട് എന്നെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്ത് രാവിലെ എല്ലാ പണിയും തീർത്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് എന്തെങ്കിലും കഴിക്കുന്നത്, വിച്ച് വാസ് വെരി ബാഡ് ടു ഹർ ഹെൽത്ത്. ഭയങ്കരമായിട്ട് നമ്മളിപ്പം വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അവർ രാവിലെ ജോലികളെല്ലാം തീർക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവരൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഡോണ്ട് ഡൂ ദാറ്റ്. അതെൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ പഠിച്ചതാണ്. നെവർ ഡൂ ദാറ്റ്. ഓക്കെ, ആദ്യം ഫുഡ്, അത് കഴിഞ്ഞ് വീട്ടുജോലി. സോ യാ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്തായാലും ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പം ലഞ്ചിന് നമ്മൾ എല്ലാ ദിവസവും ചോറ് തന്നെയാണ്. ചോറ്, കറി, മീൻ കറി, തോരൻ, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പം ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു മിനിറ്റ്. അപ്പം ചോറ്, തോരനൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി എനിക്ക് ഈ ലഞ്ച് താമസിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. അത് കാരണം അച്ഛൻ 1:30 ആകുമ്പോഴേ ഓഫീസിൽ പോകുള്ളൂ. പിള്ളേർക്ക് 12:30 ആകുമ്പോൾ ചോറ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഐ സ്റ്റിൽ ഹാവ് ടൈം. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഷോപ്പിൻ്റെ കുറച്ച് വർക്ക് ചെയ്യാൻ സമയം കിട്ടും, കുറച്ച് പ്രൊമോഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ സമയം കിട്ടും, പിന്നെ കുറച്ച് ഒരു 40-45 മിനിറ്റ്സ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ അച്ചാച്ചൻ എണീറ്റ് വന്നിട്ടുണ്ട്. വന്നപാടെ ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് വരണം. കഴുകി ഉണക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ. അപ്പം അത് പൊടിപ്പിക്കാൻ പോകാനുള്ള കലാപരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഓടി പോയിട്ടോ. ടാറ്റാ. തീർന്നില്ല, പൊടിപ്പിച്ചിട്ട് വന്നിട്ട് വേറൊരു പണിയുടെ ഇൻചാർജും കൂടെ അച്ഛൻ ഏറ്റെടുത്തിട്ടുണ്ട്. സെറ്റായി. Guys, my husband is helping me in the kitchen. സാറല്ല, ഇന്നലത്തെ പയറല്ല, റൈസ് അടിയിൽ പിടിച്ചതാ. നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയില്ലായിരുന്നു അന്നല്ല. പ്ലാൻ ചെയ്ത 30 മിനിറ്റ്സ് കാർഡിയോ വെള്ളത്തിലായി. 2 ക്ലൈൻറ്റ് കോൾ വന്നപ്പോൾ സാരല്ല, വൈകിട്ട് സെറ്റാക്കാം. ബാക്കി 15 മിനിറ്റ് ഉണ്ട്, അതിന് നമുക്ക് മീൻ വറുക്കാം. എൻ്റെ തലയൊക്കെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ, തലയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യാമല്ലോ. ഫിഷ് ഫ്രൈ ആയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു പെട്ടെന്നൊരു ഐഡിയ തോന്നി. നമ്മളെ കൊല്ലത്ത് ഒരു പ്രത്യേക തരം ഒരു സംഭവമുണ്ട്. നമ്മൾ ഫിഷ് കറിയുടെ തന്നെ അരപ്പ് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് വറുത്ത മീനിൻ്റെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പെരട്ട് പോലെ ആവും, അതായത് ഒരു അച്ചാർ ടൈപ്പ്. അപ്പോൾ ഞാൻ അത് ആക്കി ഗൈസ്. അപ്പോൾ ഇതാണ് എനിക്ക് വറുത്ത മീനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം. ദിസ് ഇസ് സോ യമ്മി ഗൈസ്. ഇതിൻ്റെ റെസിപ്പി ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി അവിയൽ, അപ്പം അവിയലിൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് അച്ഛൻ തന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഫിക്സ് ചെയ്തതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിയലാണ് നെക്സ്റ്റ്. അങ്ങനെ നമ്മുടെ അവിയൽ സെറ്റായി. സോ യമ്മി ഗൈസ്, ഐ ആം സോ ഹംഗ്രി. സമയമായി ഓൾറെഡി. കെസിക്കൽ ലിയോണുള്ള ഫുഡൊക്കെ അച്ഛൻ പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇനി അവർക്ക് കൊടുക്കലാണ് അടുത്ത ജോലി. അപ്പോൾ അച്ഛൻ അതിന് പോകാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്നതിന് ശേഷം ഒരു 1:30 ആകുമ്പോൾ അച്ഛൻ ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുൾ
ഫ്രീ ആണ്. അതായത് ലൈക്ക് ഫ്രീ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടു ജോലികളിൽ നിന്ന് ഫ്രീ ആണ്. അപ്പോൾ അത്ര വരെയുള്ള ജോലിയേ ഉള്ളൂ ആക്ച്വലി. ആ സമയത്തിനുള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതാണെങ്കിലും ലഞ്ചിൻ്റെതാണെങ്കിലും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇത്രയും സമയം നമുക്ക് ഉണ്ട് ആക്ച്വലി എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഇതിനൊക്കെ. പക്ഷേ ഞാനിങ്ങനെ പറയാൻ കാരണം ഒരുപാട് വീട്ടമ്മമാർ പറയുന്നതാണ് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ എനിത്തിങ്. പക്ഷേ ശരിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ സ്കെഡ്യൂൾസ് വേറെ ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് വി സ്റ്റിൽ ഹാവ് ടൈം. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി എവിടെ ആ ടൈം എന്നുള്ളത്. കൊള്ളാം. പെട്ടെന്ന് വയ്ക്കോ, 12:45 അയച്ചാ. ഞാൻ തുറക്കാം. സ്കൂളിൽ പോയിട്ട് വരാൻ അച്ഛൻ ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ ലഞ്ച് ബോക്സ് ഞാനങ്ങ് പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇതോടുകൂടി ഏകദേശം എൻ്റെ ഇന്നത്തെ അടുക്കള നാടകം അവസാനിച്ചു ഗൈസ്. ഇന്ന് ഞാൻ ഏത്തപ്പഴത്തിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പാലിൽ ഒതുക്കാനിരുന്നതാ. ഇപ്പം അച്ഛൻ എന്നെ കൊണ്ട് ചപ്പാത്തി പിടിപ്പിച്ചു. പിന്നെ മീൻകറി അല്ലേ, പിന്നെ ഒരു ഇച്ചിരി എൻജോയ് ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അയ്യോ, എല്ലാ ദിവസവും പറയുന്നത് തന്നെ ഇത്. ഞാൻ ഉണ്ടാക്കും. ഓട്സാ, പിന്നെ ചോറ്, റൈസ്, പിന്നെ ഒരു പിടി കപ്പലണ്ടി, ഒരു പച്ചമുട്ട, അരക്കപ്പ് പാല്. ഇതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പൊ പറഞ്ഞത് തന്നെ നാളെ കഴിക്കുന്നത് നോക്കാം കേട്ടോ. 3 മതിയോ? ഏത്തക്കയിലും മുട്ടയിലും അച്ചാച്ചൻ ഒതുങ്ങുന്ന ലക്ഷണമില്ലായിരുന്നു. കാരണം മീൻ കറി അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാനായിട്ട് ഭയങ്കര കൊതി. അപ്പം പ്രത്യേകിച്ച് നമ്മൾ കൊല്ലംകാർക്കൊരു ഒരു പ്രത്യേക വൈബാണ് ഈ ചപ്പാത്തി മീൻ കറി, ചപ്പാത്തി മീൻ അച്ചാറ്, ചപ്പാത്തി മീൻ പരട്ടൊക്കെ കഴിക്കുന്നത് നമുക്കൊരു പ്രത്യേക സംഭവമാണ്. അപ്പോൾ ഞാൻ വെച്ച് പാവല്ലേ ഒരു 2-3 ചപ്പാത്തി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അച്ചാച്ചൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എണീക്കുന്ന ലേറ്റായിട്ട് വർക്ക് ചെയ്ത് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ രാത്രി കിടക്കുമ്പോൾ, അപ്പോൾ എണീക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഈ ബ്രഞ്ചാണ് കഴിക്കാറ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്തിട്ട് ബ്രഞ്ച്. അപ്പം ഞാൻ ഏത്തയ്ക്ക കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൺഫ്ലവർ സീഡ്സ്, കുറച്ച് പംകിൻ സീഡ്സ്, ഇതൊക്കെ ഞാൻ കുറച്ച് സ്നാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഐ ആം ഫുൾ. അപ്പോൾ ഇനി എനിക്ക് ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈമിൽ ഓബിയസ്ലി ഞാൻ കഴിക്കുന്നത് ചോറ്, നമ്മുടെ മീൻ അവിയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ഞാൻ എൻ്റെ ഏറ്റവും ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ മീൽ എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ച് തന്നെയാണ്. അപ്പം എത്ര സ്ട്രിക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഉച്ചയ്ക്ക് ചോറില്ലെങ്കിൽ ലൈക്ക് ഐ ഫീൽ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ്. എനിക്ക് ഒരു എനർജി ഉണ്ടാവില്ല. ബട്ട് ഏത് ഡയറ്റാണെങ്കിലും, എന്ത് തരം ഡയറ്റ് ഫോളോ ചെയ്യുന്നാലും അതിലൊരു റൈസ് എന്ന് പറയുന്ന സംഭവം ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐഡിയ എടുത്തോ? എടുത്തോ? ഹെൽമെറ്റ്. I am an Egyptian. Kaya, see this? I smell like a... You smell like pyramid. അല്ല, ഇതുണ്ടല്ലോ മമ്മി. ഇതെടുത്തല്ലോ. See, tomorrow I need 1 ഏത്തക്ക, ഒരു പച്ചമുട്ട, ഒരു പാല്, ഒരു പിടി കപ്പലണ്ടി റെഡിയാക്കി വെച്ചോ. അച്ഛൻ 2 ദിവസം ഇത് കഴിക്കുക, എന്നിട്ട് പിന്നെ പറയുക എനിക്ക് ദോശയും സാമ്പാറും വേണോന്ന് പറയാം. ബെറ്റാണോ? അപ്പോഴോ ആരാ കണക്ക്? എന്റെ ദൈവമേ, എന്റെ അച്ഛൻ അർജുൻ രാമല്ല കേക്കരുത് അച്ഛനിങ്ങനെ പറയുന്ന. ബാബു അണ്ണീനെ കണക്കിരിക്കുന്ന പിള്ളേര് പറഞ്ഞിട്ട്. ആ ശരി, ബാബു. ഞാൻ പറയും ഞാൻ അർജുൻ രാമ. പോയിക്കോ. ഇനി ലഞ്ച് ടൈം ആയി. അവിയൽ, ചോറ്, മീൻ ഒക്കെ കൂട്ടിയിട്ട് ചോറിനാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്, തൈര്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കഴിഞ്ഞിട്ട് ഡെസേർട്ട് പോലെ തൈര് കഴിക്കും വിത്ത് ഫ്രൂട്ട്സ് ഓർ സംതിങ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ കൂടുതലും ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടി നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലൈക്ക് നമ്മളെപ്പോഴും ചിന്തിക്കും, ലൈക്ക് എസ്പെഷ്യലി ലേഡീസ്, നമ്മൾ ചിന്തിക്കും നമുക്കൊന്നിനും സമയമില്ല, ഇറ്റ്സ് ടു മച്ച് തിങ്സ് ടു ഡു എന്നൊക്കെ. പക്ഷെ ട്രസ്റ്റ് മീ, ഞാനിതൊരു വെറുതെ കാര്യത്തിൽ പറയാം. ഞാനും കല്യാണത്തിന് മുന്നേ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്, ലൈക്ക് കല്യാണം കഴിഞ്ഞാൽ ലൈക്ക് ദർ ഇസ് നോ പാഷൻ, നോ ഡ്രീംസ്, നമ്മുടെ ലൈഫ് സ്പോയിലാവും എന്നൊക്കെ ഒരുപാട് അബദ്ധ ചിന്തകൾ എൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്നു. സോ ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് മാനേജിങ് മൈ ടൈം, ഞാൻ ടൈം മാനേജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എവറിത്തിങ് ഇസ് ലൈക്ക് അടിപൊളി. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട്
കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ജോലി കുറച്ചുണ്ട്, ലൈക്ക് എൻ്റെ കടയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അത് ചെയ്തിട്ട് ദെൻ ഐ വിൽ ഗോ ടു ജിം ഇൻ ദ ഈവനിങ്. സോ ഇപ്പോൾ 1:30 മുതൽ ഇനി ഉറങ്ങുന്നത് വരെ എൻ്റെ കയ്യിൽ സമയമുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ മാനേജ്ഡ് ഇറ്റ് വെൽ എനിക്ക് തോന്നുന്നു. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.